നമസ്കാരം. ആദ്യം ഈ വീഡിയോ ഒന്ന് കാണൂ. എന്താണ് ആളെ വിളിക്കാൻ ബോർഡ് വെച്ചിരുന്നുണ്ടോ? Taxi stand, Uber not allowed in this side. The taxi drivers are make a problem. What I do? You may cancel the trip or otherwise you come to the highway side. I will pick up. Okay? Guys, ഇവിടെ സീനാണ് കേട്ടോ വണ്ടി വന്ന് എടുക്കുന്നതിന്. ഒന്നില്ലെങ്കിൽ ആരാണ് ബസ് സ്റ്റാൻഡുകളും റെയിൽവേ സ്റ്റേഷനുകളിലും മറ്റും ഓൺലൈൻ ടാക്സികൾക്ക് പ്രവേശന നിരോധനം ഏർപ്പെടുത്തിയത് എന്നത് വ്യക്തമാക്കേണ്ടത് ഗതാഗത വകുപ്പിന്റെ ഉത്തരവാദിത്തമാണ്. ആദ്യം അവർ അത് ചെയ്യട്ടെ. ഓൺലൈൻ ടാക്സിക്കാരും പരമ്പരാഗത ടാക്സി തൊഴിലാളികൾ എന്നവകാശപ്പെടുന്ന ലോക്കൽ ടാക്സിക്കാരും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയിട്ട് വളരെ കാലമായി. കേരളത്തിലെ ടൂറിസ്റ്റ് ടാക്സികൾ എന്നും ഒരു ലക്ഷറി യാത്രാ സൗകര്യമായിട്ടാണ് നിലനിന്നിട്ടുള്ളത്. മാത്രമല്ല അത് ഒട്ടും സൗഹൃദപരവുമായിരുന്നില്ല. നമ്മളൊരു ടൂറിസ്റ്റ് ടാക്സി വിളിച്ചാൽ റേറ്റൊക്കെ പറഞ്ഞുറപ്പിച്ചാൽ പോലും യാത്ര അവസാനിപ്പിക്കുമ്പോൾ അവരുമായി ഒരു തർക്കം ഉണ്ടാവുക സാധാരണയാണ്. പല ടാക്സിക്കാരും അതിൽ കയറുന്ന യാത്രക്കാർ അവർ എത്ര പ്രായമായവരാണെങ്കിലോ വയ്യാഴികയുള്ളവരാണെങ്കിലോ ആ ഡോറൊന്ന് തുറക്കാനോ ലഗേജുകൾ എടുത്തു വെക്കാനോ സഹായിക്കാൻ പോലും ഇല്ലാത്ത അവസ്ഥ ഉണ്ട്. അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. അതിനൊരു മാറ്റം വന്നത്, ഇന്ത്യയിൽ തന്നെ അതിനൊരു മാറ്റം വന്നത് യൂബർ, ഓല പോലുള്ള ഓൺലൈൻ ടാക്സികൾ വന്ന ശേഷമാണ്. എന്നാൽ ഇവർ വന്ന ശേഷം അതിനു മുമ്പുള്ള കാലഘട്ടത്തിൽ ടാക്സി യാത്രകൾ ഒരുപക്ഷെ സുരക്ഷിതമായിരുന്നില്ല. ഒറ്റയ്ക്ക് സ്ത്രീകൾക്ക് യാത്ര ചെയ്യാൻ ഒട്ടും തന്നെ ധൈര്യമുള്ള ഒരു അവസ്ഥയും ഇല്ലായിരുന്നു. എന്നാൽ ഈ ഓൺലൈൻ ടാക്സികൾ വന്ന ശേഷമാണ് സാധാരണക്കാരൻ്റെ യാത്രാ ബുദ്ധിമുട്ടുകൾ, ടാക്സിയിലെ യാത്രാ ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു കിട്ടിയതും സ്ത്രീകൾക്കൊക്കെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാം എന്നുള്ള ഒരു സുരക്ഷിതത്വം ഉണ്ടായതും അതിനുശേഷമാണ്. മാത്രമല്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഒരു ഓൺലൈൻ ടാക്സിയായി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ പോലീസ് ക്ലിയറൻസ് ഉൾപ്പെടെയുള്ള എല്ലാ ഡോക്യുമെന്റുകളും കൊടുത്തതിന് ശേഷം മാത്രമേ അവർക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അത്ര നന്നായിട്ടാണ് ഇവിടെ ഓൺലൈൻ ടാക്സികൾ ഓടുന്നത്. ഈ ഓൺലൈൻ ടാക്സിക്കാരെ കുറിച്ചുള്ള ഒരു ലോക്കൽ ഡ്രൈവർമാരുടെ അഭിപ്രായം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഇവരിനകത്ത് ഓടിക്കുന്നതിനകത്ത് കൂടുതൽ ആൾക്കാരും ക്രിമിനൽസും, ഇവർക്ക് ഇതിനകത്തൂടെ പല പല സാധനങ്ങൾ, ഇവിടെ തന്നെ പല മയക്കുമരുന്ന് കേസുകളിലും എല്ലാം വരുന്നതൊക്കെ ഇവരൊക്കെ തന്നെയാണ്. ഈ ഒരു മേഖലയെ അവർ വിഴുങ്ങാണ്. ഇത് വിഴുങ്ങി ഞങ്ങളെപ്പോലുള്ളവർ ഇതിനകത്ത് ഔട്ടായി കഴിഞ്ഞാൽ പിന്നെ ഇവർ പറയുന്ന നിയമവും ഇവർ പറയുന്ന റൂളും ഇവർ പറയുന്ന ചാർജുമായി മാറും. നമുക്ക് ഇതിനകത്ത് ഞങ്ങൾ പരമ്പരാഗത ടാക്സി തൊഴിലാളികളാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചോളം നമ്മൾക്ക് ഇവരുടെ സർവീസ് എന്ന് പറഞ്ഞാൽ ഇവരുടെ എടുത്തു കഴിഞ്ഞാൽ വണ്ടി അടിച്ചുകൾ പൊട്ടി. ഞാൻ ഇവിടെ വിളിച്ച് പറഞ്ഞാൽ അവരിപ്പോഴും വരും. എന്തോന്ന് എടുത്തു കഴിഞ്ഞാൽ ബോട്ട് എടുത്താ ഇപ്പൊ വിളിച്ച് പറയാം, അവിടെ ആൾ വരും. വരുമ്പോൾ ഞാൻ പൊക്കേണ്ട പോയി ചെയ്യും. എന്തോന്ന് വിളിച്ചു കോട്ടയം ഡിസ്ട്രിക്റ്റിൽ ഊബർ ഓടാനുള്ള പെർമിഷൻ ഇല്ല, അറിയാവോ? അറിയത്തില്ല. അറിയാൻ പറഞ്ഞ ഊബറിന്റെ അവരെ വിളിച്ചു വരും. ഇപ്പൊ നിങ്ങളുടെ എറണാകുളത്തെ ഓഫീസൊക്കെ അടച്ചല്ലോ? ആരും അടച്ചില്ല. അടച്ചി ആരും കേൾക്കണോ? എനിക്ക് നിങ്ങളോട്, അതായത് പരമ്പരാഗത ടാക്സിക്കാർ എന്ന് പറയുന്ന ടാക്സിക്കാരോട് ഒന്നേ പറയാനുള്ളൂ. നിങ്ങൾ ഈ ഓൺലൈൻ ടാക്സിക്കാർക്ക് എതിരെ എത്ര നുണകൾ പ്രചരിപ്പിച്ചാലും അവരുടെ സർവീസിനെ കുറിച്ച് സാധാരണക്കാരന് നല്ല ബോധ്യമുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഒരു കാലത്ത് ഒരു ഗുണ്ടായിസം പോലെ നടത്തി വന്നിരുന്നതാണ് അവർ വളരെ ജനകീയമാക്കിയെടുത്തത്. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന ഇത്തരം പ്രസ്താവനകൾ, ഇത്തരം അസത്യ പ്രസ്താവനകൾ വീണ്ടും നിങ്ങളെ സമൂഹത്തിൽ നിന്ന് അകറ്റുകയുള്ളൂ. മാറുന്ന കാലത്തിന്റെ ഒരു പ്രതീകമാണ് ഓൺലൈൻ ടാക്സികൾ. പാലം വരുമ്പോൾ കടത്തുവള്ളക്കാരുടെ പണിയില്ലാതാകുന്ന പോലെ ചിലർക്ക് ഇതുകൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെങ്കിലും അതിനെ ഒഴിവാക്കാൻ ആർക്കും കഴിയുകയില്ല. അതുകൊണ്ട് പരമ്പരാഗത ടാക്സി തൊഴിലാളികൾ എന്ന് പറയുന്ന ലോക്കൽ ടാക്സികൾക്ക് ഒരു കാര്യമേ ചെയ്യാനുള്ളൂ. ഒന്നുകിൽ ഓൺലൈൻ ടാക്സിയിലേക്ക് മാറുക, അല്ലെങ്കിൽ ന്യായമായ നിരക്കിൽ ഓടുക, അതുമല്ലെങ്കിൽ ഈ തൊഴിൽ ഉപേക്ഷിക്കുക എന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇനി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലെ യാത്രയുടെ ഒരു ഭാഗമാണ് ഈ ഓൺലൈൻ ടാക്സി എന്നത്. അതിനെ നിങ്ങൾക്ക് എത്ര യുദ്ധം ചെയ്താലും ഒഴിവാക്കാൻ കഴിയുകയില്ല. അത് സാധാരണക്കാരൻ്റെ ഒരു ആവശ്യ യാത്രാ ഘടകം എന്നത് നിങ്ങൾ മനസ്സിലാക്കണം. സർക്കാരിനോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഓൺലൈൻ ടാക്സികൾക്ക് എത്രത്തോളം സ്വാതന്ത്ര്യമുണ്ട്, എവിടൊക്കെ അവർക്ക് നിർത്തി എടുക്കാൻ പറ്റും എന്നുള്ളതിൽ വളരെ കൃത്യമായ ഒരു പ്രസ്താവന ഗതാഗത മന്ത്രി ഇറക്കി ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കണം. അപ്പോൾ എല്ലാവർക്കും ശുഭയാത്ര.